കേരള സർവകലാശാലയിൽ ഭരണ പ്രതിസന്ധിയും പ്രതിഷേധങ്ങളും തുടരുകയാണ്. ഇ ഫയലിംഗ് സിസ്റ്റം ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് നൽകുന്നുള്ള പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചു. അതേസമയം വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഇന്ന് സർവകലാശാല ആസ്ഥാനത്തെത്തിയാൽ തടയാനാണ് SFIയുടെ തീരുമാനം. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ബാലകൃഷ്ണൻ, ഉമേഷ്, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് സർവകലാശാലയുടെ സംശുദ്ധി മുഴുവൻ ചോർന്നു പോകുന്ന കാര്യങ്ങളാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ സർവകലാശാല എന്ന് നമ്മൾ പറയുന്ന, ഇന്ത്യയിൽ മുഴുവനും ഖ്യാതി നേടിയ കേരള സർവകലാശാല ആസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്നത്. തീർച്ചയായും SKN അങ്ങനെ തന്നെ പറയാം. കാരണം കഴിഞ്ഞ 2 ആഴ്ചയായി സർവകലാശാല ആസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങൾ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ്. നിലവിൽ ഫയൽ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് സിൻഡിക്കേറ്റ് നിയമിച്ച രജിസ്ട്രാർ KS അനിൽകുമാറും ഒരു ഭാഗത്ത്, VC നിയമിച്ച രജിസ്ട്രാർ മിനി കാപ്പൻ മറ്റൊരു ഭാഗത്ത് നിന്ന് ഇപ്പോഴും അതിനുവേണ്ടിയുള്ള വടംവലികൾ തുടരുകയാണ്. നിലവിൽ VCക്ക് പൂർണ്ണമായി സൂപ്പർ അഡ്മിൻ എന്നുള്ള പദവി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫയൽ കൈകാര്യം ചെയ്യുന്ന സ്വകാര്യ ഏജൻസിക്ക് VC കത്തയച്ചിരുന്നു. പക്ഷേ ആ കത്ത് ഈ സ്വകാര്യ ഏജൻസിയായ IT കമ്പനി മടക്കി. തങ്ങൾക്ക് സർവകലാശാലയുമായി ഒരു കരാറുമില്ല, കെൽട്രോണുമായിട്ടാണ് കരാറെന്നായിരുന്നു അവർ നൽകിയ മറുപടി. ഇതിനെ തുടർന്നാണ് VC തുടർ നീക്കം ആരംഭിച്ചത്. ഇപ്പോൾ പ്രാഥമികമായി ഡിജിറ്റൽ സർവകലാശാലയുമായി ഒരു ചർച്ച VC മോഹൻ കുന്നുമ്മൽ നടത്തി കഴിഞ്ഞു. അതായത് ഇനി ഫയൽ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ സർവീസ് പ്രൊവൈഡിങ്ങും പൂർണ്ണമായി ഡിജിറ്റൽ സർവകലാശാലയെ ഏൽപ്പിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യമാണ് നിലവിൽ കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ പരിശോധിക്കുന്നത്. അതേസമയം ഇന്ന് VC ഒരുപക്ഷെ VCയുടെ വിഷയത്തിൽ രാജ്ഭവൻ്റെ ഇടപെടൽ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം കോടതിയിൽ ഈ 2 സർവകലാശാല, അതായത് ഡിജിറ്റൽ സർവകലാശാലയിലെയും സാങ്കേതിക സർവകലാശാലയും താൽക്കാലിക VCമാരുടെ വിഷയത്തിൽ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി ഇന്ന് വരാൻ പോവുകയാണ്. ആ വിധി രാജ്ഭവൻ അനുകൂലമാണെങ്കിൽ രാജ്ഭവൻ ഈ കേരള സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെ ഈ KS അനിൽകുമാറിനെ നിയമിച്ച നടപടി റദ്ദാക്കിക്കൊണ്ടുള്ള ഇന്നത്തെ തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ഒരു തീരുമാനം, ആ കോടതി വിധി വരാൻ വേണ്ടിയാണ് ഇപ്പോൾ രാജ്ഭവൻ കാത്തിരിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായാൽ ഇന്ന് തന്നെ മോഹൻ കുന്നുമ്മൽ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുകയും ചെയ്യും. കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് മോഹൻ കുന്നുമ്മൽ എത്തിക്കഴിഞ്ഞാൽ അത് വലിയ ഒരു ലോ ആൻഡ് ഓർഡർ വിഷയത്തിലേക്ക് തന്നെ പോകാൻ സാധ്യതയുണ്ട്. SFI തടയുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. DYFI അടക്കമുള്ളവർ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. SKN. ഓക്കെ, താങ്ക് യു.